ഒരു വർഷം എന്ന് പറയണത് എത്ര വേഗം കടന്നു പോയത്. നമ്മൾ 2025 ന്യൂ ഇയർ ഉണ്ടായിരുന്നില്ലേ, അത് നമ്മളെ അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ നമ്മളെല്ലാവരും ചേർന്നിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം 2026 വരുന്നതും നമ്മളെ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ന്യൂ ഇയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ ഞങ്ങൾ 5 മക്കളും ഞങ്ങൾ അമ്മയും വാപ്പിയും ഞങ്ങൾ പേരക്കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും. കഴിഞ്ഞ വർഷം അതുപോലെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ഇപ്രാവശ്യം ഇൻഷാ അല്ലാ സന്തോഷമാവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്നുള്ള പരിപാടി ഞങ്ങളിപ്പോൾ ആരംഭിച്ചതാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. ഗ്രേപ്പ് ജ്യൂസ് ഇങ്ങനെ നമ്മൾ മുന്തിരിങ്ങൻ്റെ ബോളൊക്കെ ഉള്ള ജ്യൂസ് ഉണ്ടാവില്ലേ, അപ്പോൾ ഞാനത് ഉണ്ടാക്കിയപ്പോൾ ഓവർ കുക്കായി. അതുകൊണ്ട് ഇങ്ങനെ മുന്തിരിങ്ങൻ്റെ ബോളുകൾ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എല്ലാം പാടെ മിക്സ് ആക്കിയിട്ടൊരു ജ്യൂസൊക്കെ ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ റോളൊക്കെ വാങ്ങിച്ചിട്ട് തൂക്കിയിട്ടു കേട്ടോ. കാരണം എൻ്റെ ജാസ്മിൻകുട്ടിക്ക് കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴേ ടിഷ്യൂ പേപ്പർ അവളപ്പോൾ ചോദിക്കും ടിഷ്യൂ പേപ്പർ ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഓൾക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ വേഗം ബോളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രാവിലെ നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ കിച്ചണത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കിച്ചണൊക്കെ വൃത്തിയാക്കി ഡോറൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിന് ഞങ്ങൾ ഒരു പരിപാടിയും കൂടി നമ്മൾ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗിഫ്റ്റുകൾ കൊടുക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുടുംബത്തിലത്തെ 10-16 പേരില്ലേ, അവരെ എല്ലാവരും ലോട്ട് ഇട്ടിട്ട് ഇന്ന ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഇന്നുമോളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്നുമോൾക്ക് അറിയാം ആരൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും പരസ്പരം ആരാണ് നമുക്ക് ഗിഫ്റ്റ് തരുന്നത് എന്നറിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും, എനിക്ക്, ഇന്നുമോൾക്ക്, സായിക്കുട്ടിക്കും ഓരോ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്കുള്ള ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ 3 പേരുടെ ചാനലും ഇൻഷാ അല്ലാ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വയറുവേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പീരീഡ്സിൻ്റെ വയറുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉമ്മച്ചീനെ ഞങ്ങൾക്ക് പണ്ട് മുതലേ ഉലുവ വെള്ളം ഉണ്ടാക്കി തരും. ഉലുവ തിളപ്പിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദനയ്ക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. അപ്പോൾ ഞാനത് ഉലുവ വെള്ളം ഉണ്ടാക്കാൻ പോയി. ഇന്നുമോൾ ഇവിടെ ഹാപ്പി ന്യൂ ഇയറൊക്കെ നമ്മളെ ബോക്സുമേലൊക്കെ എഴുതിയിട്ട് പിന്നെ ന്യൂ ഇയറിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ബോക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നുമോൾ ഇനി കൊച്ചിക്കൊക്കെ ജോലി കിട്ടിയിട്ട് താമസമൊക്കെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഉലുവെള്ളം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണതൊക്കെ ഓളിനി മിസ് ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ വയറുവേദനയ്ക്ക് ശമനം കിട്ടാനും ഉലുവ വെള്ളം നല്ലൊരു റെമഡിയാണ് കേട്ടോ. അതേപോലെ തന്നെ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ എവർട്ടീൻ്റെ റിലാക്സ് നൈറ്റ് പാഡ്സും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാഡാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ആക്കാറ്. എവർട്ടിൻ്റെ റിലാക്സ് നൈറ്റ് അൾട്രാ സാനിറ്ററി പാഡ്സ്. ഇതാണ് നമുക്ക് യൂസ് ആക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര ലോങ്ങർ ആൻഡ് വൈഡർ ആണ് കേട്ടോ. ഈ ഒരു ഒറ്റ പാക്കിൽ നമുക്ക് 30 പാഡ്സ് അവൈലബിൾ ആണ്. XXL പാഡ്സ് ആണ് കേട്ടോ ഉണ്ടാവുക. ഇതിൽ നീം ആൻഡ് സാഫ്ലവർ എൻറിച്ചർ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല ഡെർമറ്റോളജി ടെസ്റ്റർ ആണ്. പിന്നെ നമ്മളൊരു 3 പാഡ്സ്, നമ്മൾ നോർമൽ 3 പാഡ്സ് വെച്ച് എത്ര സൈസ് ഉണ്ടാവുമോ അതിന് ഈക്വൽ ആണ് കേട്ടോ ഈ ഒരു ഒറ്റ പാഡ്. ഇതിലൊരു കെമിക്കൽസ് യൂസ് ആക്കിയിട്ടില്ല, ക്ലോറിൻ, ബ്ലീച്ച് ഒന്നും യൂസ് ആക്കിയില്ല കേട്ടോ. ഇതിൽ ഹൈബ്രിഡ് ടോപ്പ് ലെയർ ആയ കാരണം കൊണ്ട് ക്വിക്കായി ഡ്രൈ ആവും ചെയ്യും, നല്ല സോഫ്റ്റ് ആയി നിൽക്കുക ചെയ്യും കേട്ടോ. പിന്നെ അത് മാത്രമല്ല അത് 3x ഫാസ്റ്റർ അബ്സോർപ്ഷൻ ആണ് കേട്ടോ. ഇതൊരു കുഷ്യനി കംഫർട്ടാണ് നമുക്ക് തരുന്നത്. നമ്മളെ വെറ്റ് ഡിസ്കംഫർട്ടില്ലേ അത് സ്കിന്നിൽ നിന്ന് അവോയ്ഡ് ആക്കാൻ ഹെൽപ്പ് ആക്കും കേട്ടോ. ഒരു റാഷസും ഉണ്ടാവില്ല, ഫംഗൽ ഇൻഫെക്ഷൻസും ഉണ്ടാവില്ല, ലീക്കേജും വെറ്റ്നെസ്സും ഉണ്ടാവില്ല കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇനി രാത്രി ഏതെങ്കിലും സൈഡ് തിരിഞ്ഞ് കിടന്നാൽ ലീക്കേജ് ആവും എന്നുള്ള പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പേടി മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏത് സൈഡ് വേണം തിരിഞ്ഞെടുക്കാം. രാത്രി ഉറങ്ങണത് മാത്രമല്ല നമുക്ക് രാവിലെ നീക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക റിലാക്സ് ആയിട്ടാട്ടോ നീക്കുണ്ടാവുക. കാരണം റിലാക്സ് ആയിട്ട് നൈറ്റിൽ ഉറങ്ങിയാലേ റിലാക്സ് ആയിട്ട് രാവിലെ നീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു പ്രത്യേക തരം എനർജി ഒക്കെ വരും കേട്ടോ. നമുക്ക് ഭയങ്കര ക്ഷീണമോ കുഴക്കമോ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. പീരീഡ്സ് ആയാൽ ഉറക്കം കൂടി കിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് മൊത്തത്തിൽ താളം തെറ്റുക. അപ്പോൾ അതൊന്നും ഇല്ല, നല്ല സുഖമായിട്ട് രാവിലത്തെ മോർണിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെയും വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. കാരണം ഇന്നാണ് നമുക്ക് എല്ലാവരും വരുന്നത്. അതിൻ്റെതായ ജോലികൾ ബാക്കിയിരിക്കുന്നുണ്ട്. അമ്മ തന്നെ ജോലികൾ ചെയ്യാൻ വേണ്ടി ആനയിച്ചുകൊണ്ടിരിക്കണം. കുറേ വർത്താനം പറയാൻ എനിക്ക് നേരില്ല. അപ്പോൾ ഈ ഒരു എവർട്ടിൻ്റെ റിലാക്സ് നൈറ്റ് അൾട്രാ സാനിറ്ററി പാഡിനെ കുറിച്ച് പറഞ്ഞൊന്നും ആരും മറക്കണ്ട. ലീക്കേജിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, ഓവർഫ്ലോ ഉള്ള ആൾക്കാർ ഒക്കെ ഈ ഒരു പാഡ് മേടിച്ച് എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ലീക്കില്ലാതെ രാത്രി നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റിയ പാഡാണ് കേട്ടോ. അപ്പോൾ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. തരാ.